ഞാൻ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഹോം സ്റ്റേ നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടി വന്നതാണ്. അതായത് നമ്മുടെ ടൗണിലെ തിരക്കിൽ നിന്നൊക്കെ മാറി വളരെ സൈലൻ്റ് ആയിട്ടുള്ള നല്ല കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് ഒരു ഹോം സ്റ്റേ, അതും ടൗണിനോട് ചേർന്ന് തന്നെയാണ്. നമുക്ക് വലിയ ദൂരമൊന്നുമില്ല, വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് എത്താൻ പറ്റിയൊരു സ്ഥലത്താണ്. അപ്പോൾ ഇതിൻ്റെ പുറകിൽ കാണുന്നതാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ വിശേഷങ്ങളൊന്നും വളരെ പെട്ടെന്ന് കേട്ട് നോക്കാം. ഹോം സ്റ്റേയുടെ റൂമുകളും കാര്യങ്ങളും കാണിക്കുമ്പോൾ ഞാനൊരു കാര്യം പറയട്ടെ. ഈ കാണുന്ന കെട്ട് കണ്ടോ, മീൻ കെട്ടും ചെമ്മീൻ കെട്ടും കാര്യങ്ങളൊക്കെ ഈ ഹോം സ്റ്റേയുടെ ഭാഗമാണ്. വഞ്ചിയുണ്ട്, അപ്പോൾ നമുക്ക് ഇവിടെയൊക്കെ തുഴഞ്ഞു പോകാം. അതുപോലെ തന്നെ വലിയ ആഴവും കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് ഇപ്പോൾ വഞ്ചിയിൽ നിന്ന് വെള്ളത്തിലിറങ്ങിയാലും മറിഞ്ഞാലും ഒന്നും നമുക്ക് പ്രശ്നമൊന്നുമില്ലാത്തൊരു അത്ര ആഴമുള്ളൂ, 2 അടി 3 അടിയൊക്കെ ഉള്ളൂ. അപ്പോൾ ഒരു പഴയ ഒരു തറവാടിൻ്റെ മോഡലിലാണ് ഈ ഹോം സ്റ്റേ സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. മനുഷ്യത്താഴൊക്കെ തുറന്ന് നമ്മൾ അകത്തേക്ക് കയറി അകത്തളം കാണുമ്പോൾ നമുക്കത് മനസ്സിലാവും. പഴയ രീതിയിലുള്ളൊരു ഫ്ലോറിങ്ങും കാര്യങ്ങളും, അതുപോലെ തന്നെ മുകളിലേക്ക് നോക്കിയാലും ഓടാണ് ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തണുപ്പും കാര്യങ്ങളൊക്കെയാണ്, അത് ചൂടൊന്നും ഉണ്ടാവില്ല. അത്തരത്തിൽ ഒരു പഴയ ഒരു തറവാട് തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്ത് ഒരു ഹോം സ്റ്റേ ആയിട്ട് മാറ്റിയിരിക്കുന്നത് കേട്ടോ. ടിവിയും കാര്യങ്ങളെല്ലാം ഉണ്ട്. അങ്ങനെ നമ്മൾ ഹോളിൽ നിന്ന് അകത്തേക്ക് കയറുമ്പോൾ അവിടെ ചെറിയൊരു ഡൈനിങ് ടേബിൾ സെറ്റ് ചെയ്തിരിക്കുന്നത് കാണാം. മനോഹരമായിട്ടുള്ളൊരു റൗണ്ട് ഡൈനിങ് ടേബിളും ചെയറൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനടുത്ത് തന്നെയാണ് നമ്മുടെ കിച്ചൺ വരുന്നത്. കിച്ചണിലേക്ക് നമുക്ക് പോകാം. അതിനു മുമ്പ് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം ഒന്ന് കാണിച്ചു തരാം. അത്യാവശ്യം നല്ല വലിയ ഒരു ബെഡാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒരു 3 പേർക്ക് പക്കയായിട്ട് കിടക്കാൻ പറ്റിയ ഒരു ബെഡും സംഭവങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ സീലിംഗ് എല്ലാം ഓട് തന്നെയാണ്. എ സി ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ചെറിയൊരു ടേബിളും സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ ഒരു ഡ്രസ് ചേഞ്ചിങ് ഒരു യൂണിറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് കബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനോട് ചേർന്ന് തന്നെയാണ് നമ്മുടെ ബാത്റൂം കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ. അത്യാവശ്യം വലിയൊരു സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാത്റൂമാണ്. ബാത്റൂമിൽ തന്നെ ഹീറ്ററും കാര്യങ്ങളും ഉണ്ട്. അതുപോലെ ഷവറിങ് ഒരു യൂണിറ്റ് തന്നെ അവിടെ കൊടുത്തിട്ടുണ്ട്. മുകളിൽ നിന്ന് നാച്ചുറൽ ആയിട്ടുള്ള വെട്ടം കിട്ടുന്നുണ്ട്. അങ്ങനെ എല്ലാം കൊണ്ടും അടിപൊളിയായിട്ടുള്ള ഒരു ബാത്റൂമാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ബെഡ്റൂമിൻ്റെ വിശേഷങ്ങൾ പറയാനുള്ളത്. ബെഡ്റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അതിൻ്റെ സൈഡിൽ തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ കിച്ചണുള്ളത്. കിച്ചണിൽ സ്റ്റൗവും കാര്യങ്ങളെല്ലാം ഉണ്ട്. അതുപോലെ വാഷിംഗ് ഏരിയ, മിക്സി സംഭവങ്ങൾ, കിച്ചണിൽ വേണ്ട എല്ലാം ഉണ്ട്. ഫ്രിഡ്ജ് ഉൾപ്പെടെ എല്ലാ സൗകര്യങ്ങളും നമുക്ക് അവിടെ അവൈലബിൾ ആണ്. അതുപോലെ ഇവിടെ ഇടയ്ക്ക് കുക്കിംഗ് ക്ലാസ് ഒക്കെ നടത്താറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അതും ഇവിടെ അറ്റൻഡ് ചെയ്യാം. ഇവിടുത്തെ ചേച്ചി കുക്കിങ്ങിൻ്റെ ഒരു സ്പെഷ്യലിസ്റ്റ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട ഐറ്റംസ് ഉണ്ടാക്കി തരും. അതുപോലെ തന്നെ അത് പഠിപ്പിച്ചും തരും വേണമെങ്കിൽ. ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം. ഇവിടെ നമുക്കൊരു 2 പേർക്ക് പറ്റിയൊരു ബെഡ്റൂമാണ്. AC റൂമാണ്. ഇവിടെയും അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. അതും അത്യാവശ്യം മറ്റേതിനെ അപേക്ഷിച്ച് കുറച്ച് ചെറുതാണെങ്കിൽ അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉണ്ട്. വാട്ടർ ഹീറ്ററും സംഭവങ്ങളും എല്ലാം ഉണ്ട്. ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെ വിശേഷം. അപ്പോൾ ഇവിടെയാണ് മൊത്തത്തിൽ 2 ബെഡ്റൂമാണ് വരുന്നത്. ഒരു 3 പേർക്കും ആ ബെഡ്റൂമിൽ 3 പേർക്കും ഈ ബെഡ്റൂമിൽ 2 പേർക്കും നമുക്ക് താമസിക്കാൻ സാധിക്കും. അതുപോലെ ഈ ഹോളിൽ നമുക്ക് അത്യാവശ്യം വലിയ സൗകര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം ആളുകൾക്ക് താമസിക്കാം. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നാച്ചുറൽ ആയിട്ടുള്ള കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ നല്ല മനോഹരമായ കാഴ്ചകൾ തന്നെയാണ്. പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന ഒരു ഹോം സ്റ്റേ ആണ്. അപ്പോൾ ഇനി ഇവിടുത്തെ വിശേഷങ്ങളും പ്രൈസും കാര്യങ്ങളും എല്ലാം ഇവിടുത്തെ ശാരദ ചേച്ചി തന്നെ നമ്മളോട് പറയും. അതുപോലെ ഇവിടെ എന്തൊക്കെ കാണാനുണ്ട്, ഇവിടെ മരങ്ങളും ചെടികളൊക്കെ ഉണ്ട്, കുറേ വസ്തുക്കൾ കാണാനൊക്കെ ഉണ്ട്. അതെന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ നമ്മുടെ ശാരദ ചേച്ചി തന്നെ നിങ്ങളോട് നേരിട്ട് പറയും. എന്തുകൊണ്ടും പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്നതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവുക. അതുപോലെ ഇവിടെ ചൂണ്ടിടാനും അതിനും ബാക്കി പല പല ഫെസിലിറ്റീസ് അവൈലബിൾ ആണ്. നമുക്ക് ഇവിടുത്തെ ചേച്ചിയോട് തന്നെ ബാക്കി കാര്യങ്ങൾ നേരിട്ട് ചോദിക്കാം. ഞാൻ ശാരദ. എൻ്റെ ഹോം സ്റ്റേ ആണ്, പേൾ നെല്ലി എന്നാണ് പേര്. 2 ബെഡ്റൂം ഉണ്ട്. ഫുഡ് ആവശ്യം ഡിമാൻഡ് അനുസരിച്ച് കൊടുക്കും. ഫുഡ് എല്ലാത്തരം ഫുഡും കോണ്ടിനെൻ്റലും നാടനും എല്ലാം ഭക്ഷണവും എല്ലാം ഉണ്ടാക്കി കൊടുക്കും. ഫെസിലിറ്റി താമസിക്കാം. പിന്നെ ഈ ഫാമിൽ മീൻ പിടിക്കാൻ സൗകര്യം ഉണ്ടാവും. അതാണ് ഇതിൻ്റെ ആക്ടിവിറ്റീസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. വഞ്ചി തുഴയാം. അത്രയും. അല്ല, അങ്ങനെയൊന്നുമില്ല. അവർ വരുമ്പോഴേക്കും പറയണം. വരുന്ന ദിവസം അത് ഒരു മീലിന് മുൻപായിട്ട് പറയണം. അപ്പോൾ ലഞ്ച് വേണമെങ്കിൽ ഒരു ബ്രേക്ക്ഫാസ്റ്റിന്റെ സമയത്തെങ്കിലും പറഞ്ഞിരിക്കണം. കാരണം അല്ലാതെ റെസ്റ്റോറൻ്റ് ഒന്നും അല്ലല്ലോ. അത് ഒരു 5 പേഴ്സൺസ് 2 ബെഡ്റൂമിലും കൂടി അക്കോമഡേറ്റ് ചെയ്യും. അപ്പോൾ അതിന് മിനിമം ചാർജ് ഉള്ളൂ. 5,000 5,500 അങ്ങനെ ആവും. പിന്നെ എക്സ്ട്രാ ആൾക്കാർ വരുന്നാൽ ഒരു 300-350 രൂപ എക്സ്ട്രാ ബെഡിന് കൊടുക്കും. അപ്പോൾ ഒരു 10 പേര്, ഇപ്പോൾ ബാച്ചിലേഴ്സൊക്കെ 12 പേരൊക്കെ അക്കോമഡേറ്റ് ചെയ്യാറുണ്ട് അവർ കംഫർട്ടബിൾ ആണെങ്കിൽ. ലൊക്കേഷൻ ബോൾഗാട്ടിൽ നിന്ന് ഇങ്ങോട്ട് തിരിയുമ്പോൾ പെരുമാൾപ്പടി മാലിപ്പുറം ഹോസ്പിറ്റൽ പാലമൊക്കെ കഴിഞ്ഞിട്ട് ഒരു 1 കിലോമീറ്റർ ലെഫ്റ്റ് തിരിയണം. ഇവിടെ തൊട്ടടുത്തുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ ഒരു ഭദ്രകാളി ക്ഷേത്രമുണ്ട്, തോട്ടുങ്കൽ ഭദ്രകാളി ക്ഷേത്രം. ആ ക്ഷേത്രത്തിലൂടെ കയറി വരണം. പിന്നെ വലിയ കാറ് കയറാൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള റോഡാണ്.
അപ്പോൾ അവിടെ അമ്പലത്തിൻ്റെ പാർക്കിങ്ങിൽ പാർക്ക് ചെയ്യും. നമ്മൾ ഒത്തിരി ആൾക്കാർ നടക്കാൻ ബുദ്ധിമുട്ടുള്ള വല്ലവരും ഉണ്ടെങ്കിൽ നമ്മൾ ഓട്ടോറിക്ഷ ചെറിയ കാറ് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ നമ്മുടെ പെകിൾനെല്ലി ഹോം സ്റ്റേയുടെ വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാം നിങ്ങൾ കണ്ടല്ലോ. അതിൻ്റെ റെൻറ്റും പ്രൈസും അവിടെ എന്തൊക്കെ ഫെസിലിറ്റി ഉണ്ട് അതെല്ലാം നിങ്ങൾ കണ്ടു. അപ്പോൾ ഇവിടെ ഇനി ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്. ഇവിടുത്തെ മുറ്റത്തും തൊടിയിലും ഒരുപാട് മരങ്ങളും ചെടികളും അങ്ങനെ ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്. അപ്പോൾ അതെല്ലാം പകർത്തി കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോയുടെ ലെങ്ത്ത് കൂടി പോകുന്നുള്ളതുകൊണ്ടാണ് അതിപ്പോൾ കാണിക്കാത്തത്. അതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ട് നമ്മുടെ ആദ്യത്തെ ചാനലിൽ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇവരുടെ കോൺടാക്ട് നമ്പറും കാര്യങ്ങളെല്ലാം ഡിസ്ക്രിപ്ഷനിൽ വെക്കുന്നുണ്ട്, ലൊക്കേഷൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ നമ്പറിൽ വിളിച്ച് സംഭവം ബുക്ക് ചെയ്തിട്ട് വന്നേക്കാം. കാര്യം പലരും വരുന്നതുകൊണ്ട് ബുക്കിംഗ് ക്ലാഷ് ആവാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങനെ പറയുന്നത്. അപ്പോൾ നേരത്തെ ബുക്ക് ചെയ്തിട്ട് വേണം ഇങ്ങോട്ട് എത്താൻ. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ വരുന്നത് വരെ എല്ലാവർക്കും ബൈ.